കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് പിന്നെ ഓഫീസുണ്ട്. ഓഫീസിലേക്ക് കൺസൾട്ടിങ്ങിനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ പ്ലാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പ്ലാനുമായിട്ട് നമ്മൾ ഓഫീസിൽ എത്തുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ ദിക്കുകൾ എവിടെയാണെന്നുള്ള വളരെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒരാൾ ഒരു പ്ലാനുമായിട്ട് വന്നു. ഇവിടെ പത്തനംതിട്ട കോന്നിയുള്ള ഒരാളാണ് പ്ലാനുമായിട്ട് വന്നത്. പ്ലാനുമായിട്ട് വന്നിട്ട് ഇദ്ദേഹം ദിക്കുകൾ പറയുമ്പോഴത്തേക്ക് ആ ഒരു രീതി കറക്റ്റല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൽ ദിക്ക് കറക്റ്റ് അറിയാം, അത് ഏകദേശം ഒരു ധാരണയിലാണ് സാർ ദിക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലുണ്ട്, വീട്ടിൽ വൈഫ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീടിൻ്റെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മൊബൈൽ എടുക്കാൻ പറയാം. മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് വീടിൻ്റെ അകത്ത് നിന്നിട്ട് നേരെ ഫ്രണ്ട് ഡോറിലേക്ക് കോമ്പസ് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ട് വന്നത് ഈസ്റ്റ് ഫേസിംഗ് എന്നും പറഞ്ഞിട്ടാണ് എഴുതിക്കൊണ്ട് വന്നത്. അപ്പോൾ അവർ അതിൻ്റെ നേരെ ഫ്രണ്ടിലെടുത്ത് ആ കോമ്പസ് പിടിച്ച് അതിൻ്റെ ഡിഗ്രി ഇതെടുത്തപ്പോഴത്തേക്ക് സൗത്ത് ഈസ്റ്റ് എന്നാണ് ആ കോമ്പസിൽ കാണിക്കുന്നത്. അതായത് അവർ ദിക്കിലല്ല, വിധിക്കിലാണ്. ഇപ്പോൾ ദിക്ക് ഏത് വിധിക്ക് ഏതെന്ന് എല്ലാവർക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട്. ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇപ്പം കിഴക്ക് ഭാഗത്ത് വരേണ്ട ഒരു സാധനം തെക്ക് കിഴക്ക് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഗുണം ഉണ്ടായെന്ന് ഇരിക്കത്തില്ല. അപ്പോൾ ദിക്കുകളെ ബേസ് ചെയ്തിട്ട് നമ്മളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പറയാനായിട്ട്. അപ്പം ദിക്കുകളും വിധിക്കുകളും എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നേരത്തെ പല പ്രോഗ്രാമിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇത് പലരും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത്. ഇത് സൗത്ത്, നോർത്ത്, അതായത് തെക്ക്, വടക്ക്. ഇത് വെസ്റ്റ്, പടിഞ്ഞാറ്, ഈസ്റ്റ്, കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ, വടക്ക് പടിഞ്ഞാറ്, വായുകോണ്, നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക്, ഈശാനകോണ്, തെക്ക് കിഴക്ക്, അഗ്നികോണ്. ഇങ്ങനെയാണ് 8 ദിക്കുകൾ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഈസ്റ്റ്, സൂര്യൻ കറക്റ്റ് കിഴക്കായിരിക്കും. അപ്പോൾ കോമ്പസിൽ നമുക്ക് ഇവിടെ നിന്ന് ഈസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൗത്ത് കിട്ടും. ഇങ്ങനെ 4 ദിക്കുകൾ നമുക്ക് കിട്ടും. ചില വീടുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകളുണ്ട്. ചില വീടുകളിൽ ഇങ്ങനെ നമ്മൾ ഇതാണ് വീടിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മൾ കോമ്പസ് ഇങ്ങനെ പുറത്തോട്ട് മെയിൻ ഡോറിലേക്ക് നോക്കി പിടിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? നോർത്ത് വെസ്റ്റ് വരും. അപ്പോൾ ഇതിൽ സൗത്ത് ഈസ്റ്റ് ഇവിടെ വരുമ്പോൾ സൗത്ത് ഈ സൈഡിലേക്ക് മാറും, ഈ കോർണറിലേക്ക് മാറും. ഈസ്റ്റ് ഈ കോർണറിലേക്ക് മാറും. ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും സെൻട്രൽ പോർഷനിലാണ് ഈ സൗത്ത് ഈസ്റ്റ് വരുന്നത്. അപ്പം അത് വിധിക്കാവും. ഇതാണ് ദിക്കും വിധിക്കുമായിട്ടുള്ള ബന്ധം. അപ്പം ദിക്കിൽ വെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വിധിക്കിലായിട്ട് വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. ഇപ്പൊ തന്നെ വാസ്തുവിൽ പറയുന്നത് നിങ്ങൾക്ക് സ്റ്റൗ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തോട്ട് നോക്കി തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് കുക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഈ ഒരു വീട്ടിൽ കിഴക്ക് വെക്കണമെങ്കിൽ സ്റ്റൗ എങ്ങനെ വെക്കേണ്ടി വരും? ഇങ്ങനെ വെക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ കിഴക്ക് ഡയറക്ഷനിലേക്ക് നോക്കിയിരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ക്ലോസറ്റ് വെക്കുന്നത്. ഒന്നുകിൽ സൗത്തിലോട്ട് നോക്കിയിരിക്കുക, അല്ലെങ്കിൽ നോർത്തിലോട്ട് നോക്കിയിരിക്കുക എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളിൽ സൗത്തിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ എന്ത് വേണം? ഈ രീതിയിൽ ക്ലോസറ്റ് പണിയേണ്ടി വരും. അപ്പം നമ്മൾ അത്തരമുള്ള വീടുകളിൽ ഇത് ഇന്ന ദിക്കാണെന്നൊരു സങ്കല്പത്തിലൂടെ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പൂർണ്ണമായും, അതായത് എപ്പോഴും നമ്മൾ ദിക്കിലെ വീടുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്നുകിൽ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടുള്ള വീട്, അല്ലെങ്കിൽ നോർത്ത് ഫേസ് ചെയ്തിട്ടുള്ള, ഇതാണ് ഏറ്റവും നല്ല ഡയറക്ഷൻ, ഈസ്റ്റും നോർത്തും. അപ്പോൾ ഇത്തരം വീടുകൾക്ക് കൊടുക്കുക. അതല്ല നമുക്ക് വെസ്റ്റിലോട്ടോ സൗത്തിലോട്ടോ ആണ് നമുക്ക് ഫേസിങ് ആയിട്ടുള്ള ഒരു വീടാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോറിൻ്റെ സ്ഥാനം വളരെ ഉച്ചത്തിൽ കൊടുക്കുക. അതായത് ഓരോ സ്ഥലത്തും നമുക്ക് നല്ല ഭാഗങ്ങളും മോശം ഭാഗങ്ങളും ഉണ്ട് ഡോറിന്. അപ്പം നല്ല ദിക്കുകളിൽ, നല്ല സൈഡുകളിൽ കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു വീടെടുത്തു. ഇതൊരു ദിക്കിലെ വീടാണ്. ഈ വീട് വടക്ക് ദർശനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു വടക്കോട്ട് നോക്കിയൊരു ഇത് ഡോറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ ഭാഗത്തൊരു ഡോറ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ ഭാഗത്താണ് നിങ്ങളുടെ ഡോറെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാസ്തുപ്രകാരം നല്ലതല്ല. ഇത്തരത്തിലുള്ള ഡോറുകൾ നല്ലതല്ല. അപ്പം ഇതാണ് ദിക്കും വിധിക്കുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു പുതിയ വസ്തു വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം വന്നു, നിങ്ങൾ അതിനെ അപ്പം എല്ലാ വാസ്തുദോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വീട് വെക്കണം. വീടെന്ന് പറയുന്നത് നമുക്കൊരു വലിയ സ്വപ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ
ഒരു ജീവിതത്തിൽ ഒരു തവണ മാത്രം, പലരും 2-3 വീടുകൾ വിൽക്കുന്നവരുണ്ട്, എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്കും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് വീട്. അപ്പോൾ ആ വീട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് ആ വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടും കൂടി താമസിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ വീട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കും. ഇപ്പോൾ പുതുതായിട്ട് വസ്തു വാങ്ങിക്കുന്നവർ എപ്പോഴും ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഫേസിംഗ് ഉള്ള വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈസ്റ്റ് ഫേസ് ചെയ്ത വീടോ അല്ലെങ്കിൽ നോർത്ത് ഫേസ് ചെയ്തിട്ടോ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ദിക്കുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്ക് ഫെങ്ഷുയിൽ 1-2 ചില ടൂളുകളിലേക്ക് പോവാം. ഇപ്പം ഇത് ക്വാൻ പിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്ചു ആണ്. ഇപ്പോൾ ഒരു വീട്ടിന്റെ പ്രധാന ഡോറിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം കടന്നു വരാതിരിക്കാനായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്വാൻ കിങ്. ഇത് മെയിൻ ഡോറിനെ നോക്കി വെക്കാവുന്ന, അതായത് മെയിൻ ഡോറിന്റെ ഓപ്പോസിറ്റ് മെയിൻ ഡോറിലേക്ക് നോക്കി ഇതിനെ വെക്കാവുന്നതാണ്. നെഗറ്റീവ് ഊർജ്ജത്തെ കടത്തിവിടാതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് വെക്കാവുന്ന മറ്റൊരു ദിക്കെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്തും വെക്കാം. അതായത് ഫെങ്ഷുയ് പ്രകാരം നോർത്ത് വെസ്റ്റ് ഭാഗം ഗൃഹനാഥന്റെ ദിക്കാണ്. അപ്പോൾ ഗൃഹനാഥന്റെ ദിക്കിൽ ക്വാൻ കിങ് വെക്കുന്നത് ഗൃഹനാഥനെ കൂടുതൽ കരുത്തുള്ള വ്യക്തിയാക്കി തീർക്കാനായിട്ട് ഇത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 legged ഫ്രോഗ്. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഇന്ന് കൊറിയറിലൂടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ കൺസൾട്ടിങ്ങിനായിട്ട് സ്ഥാപനത്തിൽ വന്നിട്ട് എൻ്റെ പ്ലാനും മറ്റുള്ള കാര്യങ്ങളും എടുത്തിട്ട്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും വസ്തുപരമായിട്ട് ഫംഗ്ഷൻപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യും, നിങ്ങൾ വെച്ച് പോയ വീടാണ്, ഇന്ന ദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇന്ന ടൂൾ വാങ്ങിച്ച് ഇന്ന സ്ഥലത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവർക്കെല്ലാം നല്ല റിസൾട്ടാണ്. നമ്മൾ കഴിഞ്ഞപ്പോൾ ഒരു 10-16 കൊല്ലം കൊണ്ട് കൺസൾട്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് 3 legged ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റാച്ചു ആണ്. ഇത് ചൈനീസ് വാസ്തുപ്രകാരം നമുക്ക് വെക്കുന്നതാണ്. അപ്പോൾ ഇത് സ്വീകരണ മുറിയുടെ പ്രധാന ഡോറിൽ നിന്ന്, അതായത് നമ്മുടെ വീടിൻ്റെ പ്രധാന ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് കടന്ന് വീട്ടിനകത്തേക്ക് വരുന്ന രീതിയിൽ ഇതിനെ വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവ് ഊർജ്ജം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബാക്വ മിററാണ്. ഇതിന് 8 ദിക്കുകളുണ്ട്. ഇതിൻ്റെ സെൻട്രലിലൊരു ഗ്ലാസ് ഉണ്ട്. ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ കടത്തിവിടാതെ നമ്മുടെ വീടിനെ സംരക്ഷിക്കാനായിട്ട് ഫെങ്ഷുയ് നല്ലൊരു ടൂളായിട്ട് ഈ ബാക്വ മിററിനെ ഇതാവുന്നുണ്ട്. അപ്പം വീട്ടിൻ്റെ നേരെ വരുന്ന നെഗറ്റീവ് ഊർജ്ജങ്ങൾ എന്ത് തന്നെ ആയാലും, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്ത് തന്നെ ഊർജ്ജങ്ങളായാലും അതിനെ കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കാനായിട്ട് ബാക്വ മിറർ നല്ലൊരു ടൂളാണ്. ഇപ്പോൾ ചിലർ ബാക്വ മിറർ വെക്കുന്നതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട്, ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിൻ്റെ മുകളിലാണ് ബാക്വ മിറർ വെക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, സാറേ മെയിൻ ഡോറിൻ്റെ മുകളിൽ ഒരു ഷെയ്ഡ് വന്നിരിക്കുകയാണ്, അവിടെ നമുക്ക് സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ബാക്വ മിറർ സ്ഥാപിക്കാം. എന്നിട്ട് ബാക്വ മിററിൻ്റെ 2 ഭാഗങ്ങളായി, ഇപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ബാക്വ മിറർ വരിക, എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഈ ഫ്യൂഡോക്സിനെ ഈ രീതിയിൽ ഇങ്ങനെ വെക്കുന്നത് വളരെ നല്ലൊരു പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് അമത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ആണ്. അതായത് ഇതിപ്പോൾ നമ്മളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെച്ചിരിക്കുകയാണ്. നമ്മളുടെ ബെഡ്റൂമിൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ചിലർ പറയും, സാറേ ഒരാഴ്ച കൊണ്ട് എൻ്റെ വീട്ടിൽ എന്തോ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് പോലെ, നമുക്കൊരു എപ്പോഴും കുടുംബാംഗങ്ങളിൽ പരസ്പരം ഒരു കലഹവും ഒരു പ്രശ്നവും, വീട്ടിലൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇത്തരത്തിലുള്ള ഒരു അമത്തിസ്റ്റിൻ്റെ ഒരു ക്ലസ്റ്റർ ഇത് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഇത് വലിച്ചെടുത്ത് വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ പെൻഡുലം. ഇപ്പം നമുക്ക് പെൻഡുലം ഹൗസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പെൻഡുലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പം നമുക്ക് മൈൻഡ് പവർ ടെക്നിക്ക് ഉപയോഗിക്കുന്നവർ തന്നെ ഇത് പല കാര്യത്തെ പറ്റിയും അവർ ജ്യോതിഷവും മറ്റൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ തന്നെ പറയും, നിങ്ങൾക്കൊരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെൻഡുലം എടുത്തിട്ട് പെൻഡുലത്തോട് ചോദിക്കൂ, ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ്, ഞാൻ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ റിസൾട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പെൻഡുലത്തോട് ചോദിക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരമായിട്ട് പെൻഡുലത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം ഉണ്ടെങ്കിൽ അതിനെ കാട്ടിത്തരാനായിട്ട് പെൻഡുലത്തോട് പറയാം. നിങ്ങൾ വാങ്ങിക്കുന്ന ലാൻഡ് നല്ലതാണോ മോശമാണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് പെൻഡുലത്തെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു കാര്യം ചെയ്യുന്നു, അതെനിക്ക് ശരിയാണോ, അതിനെ ചെയ്തത് കൊണ്ട് പ്രയോജനമുണ്ടോ, ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെൻഡുലം ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പെൻഡുലം ഹൗസിംഗ് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മളത് പെൻഡുലം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതുമായിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അമത്തീസ്റ്റിൻ്റെ ഒരു പെൻഡുലമാണ്. ഇതിനകത്ത് അടിയിലത്തെ സ്റ്റോൺ എന്ന് പറയുന്നത് അമത്തീസ്റ്റ് ആണ്. അപ്പോൾ ഇത് അമത്തീസ്റ്റിൻ്റെ ഒരു പെൻഡുലമാണ്. അതുപോലെ ഇത് ടൈഗർ ഐയുടെ ഒരു പെൻഡൻ്റ് ആണ്, പെൻഡുലമാണ്, ടൈഗർ ഐയുടേതാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് പെൻഡുലമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത്
നമുക്ക് ഈ വെള്ളത്തിൻ്റെ ലഭ്യത, ഇപ്പം നമ്മളൊരു ലാൻഡ് നോക്കുന്നു, ലാൻഡിൽ എവിടെയാണ് നമുക്ക് ഈ വെള്ളമുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട്, ഇത് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് വെച്ച് നമുക്കിത് അത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതും പെൻഡുലമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് മറ്റൊരു പെൻഡുലമാണ്. ഇത് കുറച്ചും കൂടെ വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ പെൻഡുലം എന്താണെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളുടെയും ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാനായിട്ട് പെൻഡുലത്തെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വലിയ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കണം. വലിയ കാര്യങ്ങളും മറ്റും നല്ല ഒരു പിന്നെ വാസ്തു കൺസൾട്ടനെ, ഫംഗ്ഷൻ കൺസൾട്ടനെ കൊണ്ട് മാത്രം നോക്കി അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.